ഹായ് മക്കളെ, നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠമായ പുതുവർഷം എന്ന പാഠഭാഗത്ത് ഏറ്റവും കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചേക്കേണ്ട ആ രണ്ട് ചോദ്യങ്ങൾ അത് നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെടുന്നത് പരീക്ഷയ്ക്ക് ഉപന്യാസ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യം എന്ത് ചെയ്യുക നമുക്ക് പഠിച്ചു വെച്ചേക്കാം. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങ് ഖിന്ന ഞാൻ നോക്കി നിൽപ്പൂ, കവിയത്രിയെ ദുഃഖിപ്പിക്കുന്നത് എന്തെല്ലാം? നോക്കുക, ഉത്തരം നോക്കുക. വീടില്ലാതെ താമസിക്കാൻ സ്വന്തം സ്ഥലമില്ലാത്ത ഭൂരഹിതർ ഇന്ന് നിരവധിയാണ്. ഉള്ള സ്ഥലത്ത് കൂടുപോലെ കൊച്ചു വീടുകൾ നിരന്നിരിക്കുന്നു. ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ പുരയിടങ്ങളിലും കുന്നുകളിലും വയലുകളിലുമെല്ലാം മനുഷ്യർ വീടുകൾ കെട്ടിപ്പൊക്കി. സമൃദ്ധമായി പൂക്കൾ വിരിഞ്ഞിരുന്ന കുന്നിൻമേടുകളും പുൽമേടുകളും ഇല്ലാതായതോടെ നാട്ടുപൂക്കൾ അപ്രത്യക്ഷമായി. നാട്ടുപൂക്കൾ ഇല്ലാതായതോടെ പൂക്കടകളെ ആശ്രയിക്കേണ്ടി വന്നു. ജീവിത പുരോഗതി അനുസരിച്ച് താമസ സ്ഥലം ലഭ്യമാകാതെ വന്നപ്പോൾ നിരവധി വീടുകൾ ചേർന്ന് ഫ്ളാറ്റുകൾ രൂപപ്പെടുത്തി തുടങ്ങി. ഫ്ളാറ്റിന്റെ സ്ഥലപരിധിയിലേക്ക് നമ്മുടെ ഗൃഹസങ്കല്പം ചുരുങ്ങി. മലിനീകരണവും പരിസ്ഥിതി നാശവും കാലാവസ്ഥയെയും പ്രകൃതിയുടെ സ്വാഭാവികതയെയും നഷ്ടപ്പെടുത്തി. ഇതിന്റെ ഫലമായി കാലാവസ്ഥ തകിടം മറിഞ്ഞു, മഴ കുറഞ്ഞു, കാലം തെറ്റിയെത്തുന്ന പേമാരി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായി. കർക്കടകക്കാറ്റും മഴയും ചുരുങ്ങിയെന്ന് കവിയത്രി ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഭൂമിയിൽ ശേഷിക്കുന്ന ഇത്തിരി മണ്ണിൽ മുളച്ചു നിൽക്കുന്ന തുമ്പയിൽ കവിയത്രി കാണുന്നത് അമ്മയുടെ നിശബ്ദ ദുഃഖത്തെയാണ്. പ്രകൃതിയിലെ വൃക്ഷലതാദികൾ നേരിടുന്ന വംശനാശത്തെയും ജീവന്റെ തന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നതിലുള്ള വേദനയാണ് കവിയത്രി തുമ്പയുടെ നിശബ്ദ ദുഃഖമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ കൂരിരുളിൽ അമർന്ന ലോകമാണ് തൻ്റെ കൺമുമ്പിൽ ഉള്ളതെന്ന് കവിയത്രി മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ പൈതൃകം നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഓണവും പൂവും നാടും മറന്ന മലയാളിയെ ഓർത്ത് കവിയത്രി ദുഃഖിക്കുന്നു. ഒന്നുകൂടി എന്ത് ചെയ്തേക്കുക, ഉപന്യാസം വായിച്ചു നോക്കിക്കൊള്ളുക, പരീക്ഷയ്ക്ക് സെറ്റാക്കി നിർത്തിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവിതത്തിലുടനീളം അമ്മ ഒരു പ്രത്യാശയായി മാറുന്നു. ഈ പ്രസ്താവനയിലെ ആശയത്തെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. കവിയത്രിക്ക് ജീവിതത്തിലുടനീളം അമ്മ ഒരു പ്രത്യാശയാണ്. ജന്മം നൽകി പോറ്റി വളർത്തിയ അമ്മ ഒരു പ്രത്യാശയായി ദുഃഖത്തിൽ അകപ്പെടുത്താതെ കവിയത്രിയെ നയിക്കുന്നു. കരിവളയിട്ട കൈകൾ കൊണ്ട് ദേവിയെ കൂപ്പിയാൽ ആ വളകൾ കാപ്പായി തീരുമെന്നായിരുന്നു അമ്മയുടെ ഉപദേശം. പൂക്കളമൊരുക്കാൻ മക്കളോടൊപ്പം ഉത്സാഹിക്കുന്ന അമ്മ തൻ്റെ സന്തോഷം മറ്റുള്ളവർക്കും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ പരസ്പര സ്നേഹത്തോടെ കഴിയാനുള്ള ഹൃദയവിശാലത അമ്മ പുലർത്തിയിരുന്നു. തുമ്പയെപ്പോലെ പവിത്രതയാർന്ന ജീവിതം, തുമ്പപ്പൂവിനെ പോലുള്ള വെണ്മ, സത്വഗുണത്തോടെയുള്ള നന്മയായിരുന്നു. ഈ നന്മയാണ് തൻ്റെ അമ്മ എന്ന് കവിയത്രി വിശ്വസിക്കുന്നു. അമ്മയുടെ പരിശുദ്ധമായ ജീവിതം ഐശ്വര്യം പകർന്നിരുന്നുവെന്ന് കവിയത്രി ഓർക്കുന്നു. ദുഃഖം ഉണ്ടാകുമ്പോഴും അത് മറ്റുള്ളവരെ അറിയിക്കാതെ അമ്മ സ്നേഹത്തോടെ ജീവിക്കുന്നു. ഇങ്ങനെ കൂരിരുട്ടിനെ ഇല്ലാതാക്കുന്ന അറിവിന്റെ വെളിച്ചമായി അമ്മ വീട്ടിൽ ഉദിക്കുമ്പോൾ എല്ലാ ദുഃഖവും അസ്തമിക്കുമെന്ന് കവിയത്രി വിശ്വസിക്കുന്നു. അറിവായി, ഈശ്വര ചൈതന്യമായി, മാർഗദീപമായി, ദുഃഖങ്ങളിൽ പ്രത്യാശയായി അമ്മ എപ്പോഴും നിലകൊള്ളുമെന്ന് കവിയത്രി ഉറപ്പിച്ചു പറയുന്നു. സെറ്റാണല്ലോ? സെറ്റ്. നന്നായിട്ട് എന്ത് ചെയ്തേക്കുക, ക്ലാസ് കേട്ടേക്കുക, പഠിച്ചു വെച്ചേക്കുക. താങ്ക് യു.